കാളികാവ് തൊടികപ്പുലം സലഫി മസ്ജിദിൽ നിന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പിടിയിൽ. കാളികാവ് തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് സലഫി മസ്ജിദിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയും 1.5 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം ജൂലൈ 12 പുലർച്ചെയാണ് കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലത്തെ സലഫി മസ്ജിദ് കുത്തിത്തുറന്ന് പണവും സ്വർണവും അപഹരിച്ചത്. തുടർന്ന് കാളികാവ് പോലീസിൽ ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ പരിസരവാസികളിലും തൊടിയൂല റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല. തുടർന്ന് മലപ്പുറം പോലീസ് മേധാവി വിശ്വനാഥ് IPSന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ DYSP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോട് നവാസിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കൊല്ലം ചിതറ സ്വദേശിയായ നവാസ് പലയിടങ്ങളിൽ നിന്നായി വിവാഹം കഴിക്കുകയും മോഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ വിവാഹം കഴിച്ച് സ്ത്രീകളുടെ പണവും സ്വർണവും അപഹരിച്ച് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നതാണ് പതിവ്. മോഷണം നടത്തിയതിനു ശേഷം പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നതാണ് മോഷ്ടാവിൻ്റെ രീതി. തൊടുകപുലത്തിൽ നിന്നും മോഷണം നടത്തി കാസർഗോഡ്, കർണാടകയിലെ ഹോസ്ദുർഗ് എന്നിവിടങ്ങളിൽ പ്രതി സഞ്ചരിച്ചിരുന്നു. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ കർണാടകയിലെ ഹോസ്ദുർഗ് എന്ന സ്ഥലത്ത് പ്രതി ഉണ്ടെന്ന് വിവരം ലഭിക്കുകയും തുടർന്ന് ഹോസ്ദുർഗ് പോലീസിൻ്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു. പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പള്ളി കുത്തി തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ തൊടുപുല റെയിൽവേ സ്റ്റേഷനിലെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ പേരിൽ സമാനമായ മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദാത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി, K ഷൈജു, M ജയേഷ്, KM ഷമീർ, മൻസൂർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ P വിനു, CPO MK മഹേഷ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.